ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ദുബായിൽ നിന്നും ബൈ ബസ് വിസ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും അപ്പോൾ പണി കിട്ടിയ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വിസ ചേഞ്ചിൻ്റെ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിലവിൽ UAEയിൽ വിസിറ്റ് വിസ കഴിഞ്ഞാലോ റെസിഡൻ്റ് വിസ ക്യാൻസലായാലോ ഇൻസൈഡ് കൺട്രി വിസ ചേഞ്ച് പോസിബിൾ അല്ല. നിർബന്ധമായിട്ട് നമ്മൾ കൺട്രിയിൽ നിന്നും എക്സിറ്റ് ആവണം. ഇനി വിസ ചേഞ്ച് ചെയ്യുന്നതിന് 2 ഓപ്ഷൻസ് ആണുള്ളത്. ബസ് വഴിയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് വഴിയും നമുക്ക് വിസ ചേഞ്ച് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഇതിൽ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബസ്സിനാണ് റേറ്റ് കുറവ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഫ്ലൈറ്റ് വഴിയും ബസ് വഴിയും വിസ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയാം. ഇനി നിങ്ങളുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും എമിറേറ്റ്സ് ഐഡിയും ലൈസൻസും ഉണ്ടെങ്കിൽ അവരുടെ ഓൺ കാറിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ ഒമാനിലേക്ക് വിസ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് പോകാൻ പറ്റും. പക്ഷേ പോകുന്ന എല്ലാവർക്കും നിങ്ങളെ പോലെ തന്നെ ഒമാൻ വിസ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ എങ്ങനെ പോയാലും ബോർഡറിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും നിങ്ങൾ വെരിഫിക്കേഷനിൽ കാണിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസ കാലാവധി തീരുന്നതിന് അറ്റ്ലീസ്റ്റ് 2 days മുമ്പെങ്കിലും നമ്മൾ ഏജൻസിയിൽ വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ബസ്സിൽ പോയി വിസ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരാദ്യം ഒമാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒമാൻ വിസയും ബസ് ടിക്കറ്റും അതുപോലെ തന്നെ പിക്കപ്പ് ടൈമും ലൊക്കേഷൻ ഡീറ്റെയിൽസും അവർ നമുക്ക് അയച്ചു തരും. ഏജൻസി പറഞ്ഞ പ്രകാരം രാവിലെ 7:30 യൂണിയൻ മെട്രോ സ്റ്റേഷൻ അടുത്തായിരുന്നു പിക്കപ്പ് പോയിൻറ്റ്. 6:45 ആയപ്പോഴേക്കും അവിടെ എത്തി ഡ്രൈവറെ വിളിച്ചപ്പോൾ 7 o'clock ആകുമ്പോഴേക്കും ബസ് വരുമെന്നാണ് പറഞ്ഞത്. ഏകദേശം 7:15 ആയപ്പോൾ എത്തിയ ബസ് കുറച്ച് പേര് ലേറ്റ് ആയതുകൊണ്ട് ഒരു 7:50 ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഡ്രൈവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് ബസ്സിലേക്ക് കയറ്റിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ പാസ്പോർട്ട്, ഒമാൻ വിസ, ബസ് ടിക്കറ്റ്, ദുബായ് വിസിറ്റ് വിസ എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റെസിഡൻറ്റ് വിസ ക്യാൻസൽ ആയവർക്കാണെങ്കിൽ വിസ ക്യാൻസലേഷൻ പേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ടും എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പിയും കൂടി എക്സ്ട്രാ അഡീഷണലായിട്ട് കയ്യിലുണ്ടായിരിക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം പ്രിൻറ്റഡ് കോപ്പീസ് വെക്കാൻ ഏജൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 hours ആണ് ബോർഡർ എത്താനുള്ള ദൂരം. കുറച്ച് ദൂരം കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലുള്ള മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ബോർഡർ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകാനും ഫുഡ് കഴിക്കാനും വാങ്ങിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരു 10 minute നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ബസ്സിനും ബോർഡറിൽ സ്പെസിഫിക് ആയിട്ടുള്ള സമയം വെച്ചിട്ടാണ് പാസ് കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡ്രൈവർ അവിടെ ബോർഡറിൽ എത്തിക്കുക. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നതാണ് UAE ബോർഡർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ വെരിഫിക്കേഷന് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇമിഗ്രേഷൻ എക്സിറ്റ് ആവുന്നതും പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് വെക്കുന്നതും. ഇനി റെസിഡൻറ്റ് വിസ ക്യാൻസൽ ആയവരാണെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ID അവരവിടെ വാങ്ങിച്ചു വെക്കും. ഈ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഏജൻസിയിൽ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബസ് വീണ്ടും നിർത്തി. പിന്നെ അവിടെ വെച്ചിട്ടായിരുന്നു ഒമാൻ ഇമിഗ്രേഷനും കസ്റ്റംസ് ചെക്കിങ്ങും ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഇനി ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേഷനിലേക്ക് പോകാം. ഒമാനിലെ സൊഹാർ എന്ന ബോർഡർ ഏരിയയിലെ ഏജൻസിയുടെ അക്കോമഡേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. വലിയ തിരക്കേടില്ലാത്ത റൂമും സൗകര്യങ്ങളുമായിരുന്നു. അതുപോലെ തന്നെ വൈഫൈ കണക്ഷനും അവൈലബിൾ ആയിരുന്നു. അതേ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു ഏജൻസിയുടെ ഓഫീസും ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ പുതിയ വിസ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ആ അക്കോമഡേഷനുള്ള ഏജൻസിയെ ഇൻഫോം ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് ബുക്ക് ചെയ്തിട്ട് തരും. ഇനി ബസ് വഴിയും അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴിയും പോകുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ബസ് വഴി വിസ ചേഞ്ച് ചെയ്യുമ്പോൾ 1 monthലേക്ക് 750 dirhams, 2 months ആണെങ്കിൽ 900 dirhams വരുന്നത്.
അതുപോലെ ഫ്ലൈറ്റ് ആണെങ്കിൽ 1 മന്തിലേക്ക് 1100 ദിറംസും 2 മന്ത്സിലേക്ക് 1350 ദിറംസും ആയിരുന്നു. അപ്പോൾ ഇത് ഏജൻസി ടു ഏജൻസി വ്യത്യാസം വരാം. അതുപോലെ തന്നെ സീസണിൻ്റെ ബേസിലും ഇതിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബസ് റേറ്റും ഫ്ലൈറ്റ് റേറ്റും കമ്പയർ ചെയ്തപ്പോൾ ബസ് റേറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ബസ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ അപ്പ് ആൻഡ് ഡൗൺ ബസ് ഫെയറും ബോർഡർ ഫീസും അതുപോലെ തന്നെ 1 നൈറ്റ് അക്കോമഡേഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫുഡിൻ്റെ ഉള്ള കാശ് നമ്മുടെ കയ്യിൽ കരുതണം, എക്സ്ട്രാ ആയിട്ട് കയ്യിൽ കരുതണം. ബോർഡർ ഏരിയയിൽ ഫുഡിനുള്ള ഓപ്ഷൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ വിസ ചേഞ്ചിന് പോകുമ്പോൾ വെള്ളം, അതുപോലെ കുറച്ച് ഫുഡ് ഐറ്റംസ്, പിന്നെ 1 നൈറ്റ് സ്റ്റേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. ഇനി എന്താണ് കിട്ടിയ പണി എന്ന് പറയാം. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് അക്കോമഡേഷനിൽ എത്തിയപ്പോഴേക്കും ഏജൻസി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിസ റിജക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. റിജക്റ്റഡ് ആയ റീസൺ അവർ പറഞ്ഞത് എക്സിറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി വിസ റീഅപ്ലൈ ചെയ്യണമെങ്കിൽ 12 hours കഴിഞ്ഞിട്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു 285 ദിറംസ് കൂടി പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 1 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ പുതിയ വിസ റെഡി ആകുന്നവർ ഓരോ ബസ് വരുന്നതിനനുസരിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ മുതൽ തന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തെങ്കിലും ഏജൻസി വിസ അപ്ലൈ ചെയ്തത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അന്ന് വൈകിട്ട് 5 മണിക്ക് വിസ അപ്രൂവ്ഡായി. അപ്പോഴേക്കും അവരുടെ ബസ്സും പോയിരുന്നു. പിന്നീട് അവർ ഒമാൻ ഗവൺമെൻറ് ബസ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കി, പക്ഷേ അതിലും സീറ്റ് കിട്ടിയില്ല. പിന്നെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അവർ മറ്റൊരു പ്രൈവറ്റ് ട്രാവൽസിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. 10:30 ബസ് 12:30 സ്റ്റാർട്ട് ചെയ്തത്. തിരിച്ചു വരുമ്പോഴും ബോർഡറിൽ ഈ സെയിം പ്രൊസീജിയേഴ്സൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം നമ്മൾ ഒമാൻ ബോർഡർ എക്സിറ്റ് ചെയ്യണം, പിന്നെ UAE ഇമിഗ്രേഷനും കസ്റ്റംസ് ചെക്കിങ്ങും കഴിഞ്ഞാണ് വിടുന്നത്. അങ്ങനെ സേഫായി പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയോടുകൂടി ബസ് ദേറയിലെത്തി. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ദുബായിലെത്തിയപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.